ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുന്നൂർകുളം സൈന്യത്തിന് ദി ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. സംഭവം ഇത് ഇത്തിരി അത്ര പുതിയ കാര്യമല്ല. കുറച്ച് കൊല്ലമായിട്ട് ഇപ്പോൾ പെൻഷൻ സ്കീം, നാഷണൽ പെൻഷൻ സ്കീമിനെ കുറിച്ചാണ് പറയുന്നത്. ഈ നാഷണൽ പെൻഷൻ സ്കീം, അതായത് NPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെൻഷൻ സ്കീം പൊതുവെ നമുക്കൊക്കെ അറിയാം, ഗവൺമെൻറ് എംപ്ലോയീസിനാണ് പെൻഷൻ കിട്ടുന്നത്. പക്ഷേ കുറച്ച് കാലത്തിന് മുൻപ്, ഒരു 4-5 കൊല്ലെങ്കിലും മുമ്പ്, നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാൽ 2024 ജനുവരിയിലാണ്. ഇപ്പോൾ 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏറെക്കുറെ ഇത് ചർച്ച ചെയ്തു. ഇപ്പോൾ 3-4 കൊല്ലം മുമ്പായിട്ട് ഏകദേശം കണക്കാണ്. നമ്മുടെ പെൻഷൻ ഫണ്ടുകളൊക്കെ പലതും പ്ലാൻ ചെയ്തു നടപ്പിലാക്കിയിട്ടുണ്ട്. നിരവധി പെൻഷൻ ഫണ്ടുകളുണ്ട്. ഈ പെൻഷൻ ഫണ്ടുകളെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ നാട്ടിലുള്ള സ്വകാര്യ ജോലിക്കാരോ അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് ബിസിനസ് ചെയ്യുന്നവരോ ആർക്കും ഇതിനകത്ത് ചേരാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രവാസികൾക്കൊക്കെ ഇതിൽ ചേരാൻ പറ്റും. ഇങ്ങനെയുള്ള ഫണ്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് ഇറക്കുകയുണ്ടായിട്ടുണ്ട്. ഈ ഫണ്ട് ഇതിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിശ്ചിത സംഖ്യ ഒരു മാസം, ഇപ്പോൾ ഗവൺമെൻറ് പെൻഷൻ ചെയ്യണ പോലെ തന്നെ, ഗവൺമെൻറ് പെൻഷൻ ചെയ്യുന്ന വെച്ചാൽ ജോലിക്കാരിൽ നിന്നൊരു നിശ്ചിത സംഖ്യ അവർ സ്വാഭാവികമായിട്ടും ഒരു മാസം ഈടാക്കുന്നുണ്ട്. അത് അവർ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കോൺട്രിബ്യൂഷനായിട്ട് ചെയ്ത് തുടങ്ങുന്ന പരിപാടിയും കൂടിയുണ്ട്, പേഴ്സണൽ കോൺട്രിബ്യൂഷൻ ഉള്ള പരിപാടിയുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും അതങ്ങനെ ആരും ചെയ്യുന്നില്ല. ഇപ്പോൾ എത്രയാണ് അത് ഒരു ഗവൺമെൻറ് എടുക്കുന്നത് വെച്ചാൽ കാശ്, അത് വെച്ചിട്ട് അവർ എത്ര കൊല്ലമാണ് ജോലി എന്ന് വെച്ചാൽ 55 വയസ്സ് വരെ എത്ര വെച്ചാൽ അതിൻ്റെ ഒരു പെൻഷൻ പദ്ധതി. ഇത് സ്വകാര്യ പെൻഷൻ എന്ന് പറയുമ്പോൾ നാഷണൽ NPS തന്നെയാണത്. സ്വകാര്യമായിട്ട് ഗവൺമെൻറ് ജോലിക്കാരല്ലാത്തവർക്കും ഇതിൽ ചേരാൻ പറ്റും. അങ്ങനെ ചേർന്ന് കഴിയുമ്പോൾ അതിൻ്റെ പെൻഷൻ എപ്പോൾ വേണമെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കാൻ പറ്റും. നമുക്ക് 55 വയസ്സിലുള്ള, ഇനി 60 വയസ്സിലാണ് പെൻഷൻ വേണ്ടത് വെച്ചാൽ 60ാമത്തെ വയസ്സിലേക്ക് പെൻഷൻ ചെയ്യാം. അതല്ല അതിലും കൂടി 65 ഇനി 70 വയസ്സ് മുതൽ കിട്ടി തുടങ്ങിയാൽ മതി എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അത്രയും കൂടുതൽ കാശ് അവിടെ ഡെപ്പോസിറ്റ് ഉണ്ടാവും. ആ ഡെപ്പോസിറ്റ് നമുക്ക് വേണമെങ്കിൽ പിന്നീട് കുറേ തുക പിൻവലിക്കാനും കഴിയും. മൊത്തം അല്ലെങ്കിലും കുറേ തുക പിൻവലിക്കാനും പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അതിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പെൻഷൻ കിട്ടാൻ കഴിയുന്നതാണ് വിദഗ്ധന്മാർ പറഞ്ഞത്. ഉദാഹരണത്തിന് ഒരു 30ാമത്തെ വയസ്സിൽ ഒരാൾ 30 വയസ്സുള്ള ഒരാൾ പെൻഷൻ ഫണ്ടിൽ ചേർന്നിട്ട് അയാളുടെ 60 വയസ്സാകുമ്പോൾ അയാൾക്ക് പെൻഷൻ കിട്ടണം. 30ാമത്തെ വയസ്സിൽ ചേർന്നിട്ട് 60ാമത്തെ വയസ്സിൽ പെൻഷൻ കിട്ടണം. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപ വെച്ച് ഒരു മാസം അടയ്ക്കുകയാണെങ്കിൽ, 10,000 രൂപ വെച്ച് ഒരു മാസം അടയ്ക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു മാസം റിട്ടയർമെൻറ്റിൻ്റെ പ്രായമാകുമ്പോൾ, അതായത് 60 വയസ്സാണല്ലോ തിരഞ്ഞെടുത്തിട്ട്, ഈ 60 വയസ്സാകുമ്പോൾ 1.76 ലക്ഷം രൂപ പ്രതിമാസം പെൻഷൻ വാങ്ങിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതാണ് ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നേരത്തെ തന്നെ ജോലി കിട്ടി നേരത്തെ തന്നെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പെൻഷൻ നമുക്ക് സ്വകാര്യമായിട്ടുള്ള ജോലിക്കാർക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്, വിദഗ്ധന്മാർ പറയുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൽ നിന്ന് നമുക്കൊരു നിശ്ചിത സംഖ്യ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അത് മാറ്റിയിട്ട് നമുക്ക് ആ സമയമാകുമ്പോൾ അത് എടുക്കുകയോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ മറ്റ് നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ NPS ആണ് ഇപ്പോൾ ഈ പെൻഷൻ ഫണ്ടിൽ മുന്നിൽ നിൽക്കുന്നത്. നാഷണൽ പെൻഷൻ സ്കീമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ടിനാണ് ഇപ്പോൾ NPS എന്ന് പറയുന്നത്. ഈ NPSൽ ഇടുന്ന ആളുകൾക്ക് ആണ് ഇത്രയും ആനുകൂല്യങ്ങൾ കിട്ടുക. അതല്ലാതെയുള്ള ഫണ്ടുകളുണ്ട്, മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അത് നമുക്ക് റിട്ടയർമെൻറ്റ് പ്ലാനിന് ഉപയോഗിക്കാവുന്ന വേറെ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഇപ്പോൾ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള തന്നെ മ്യൂച്വൽ ഫണ്ടുണ്ട്. അതിൽ നിക്ഷേപിച്ചാലും നമുക്ക് ഈ പെൻഷൻ ആനുകൂല്യത്തിൻ്റെ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ കൂടുതൽ ആളുകൾ NPS ആണ് തിരഞ്ഞെടുക്കുന്നത്. NPS ആണ് ഇപ്പോൾ കൂടുതൽ ഈ കാര്യത്തിൽ വരുമാനം കൊടുത്തിട്ടുള്ളതും അത്രയും സുരക്ഷ ഉള്ളതും കൂടിയാണ്. ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ളത് കൊണ്ട് അതിൻ്റെ സുരക്ഷയുണ്ട്. ഇപ്പോൾ HDFCയുടെ ആണ് ഇപ്പോൾ കൂടുതൽ കൊടുത്തിട്ടുള്ളത്. HDFCയുടെ NPS ഉണ്ട്. അതുപോലെ തന്നെ കൊട്ടാക് മഹീന്ദ്ര, ബിർള, അങ്ങനെ കുറേ കമ്പനി, ആദ്യത്തെ ബിർള, കുറേ കമ്പനിക്കാരുടെ ഇത്തരം ഫണ്ടുകളുണ്ട്, NPS ഫണ്ടുകളുണ്ട്. ഇത് വളരെ നല്ല ഒരു സ്കീമായിട്ടാണ് വിദഗ്ധന്മാർ പറയുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ നിക്ഷേപം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല, പ്രായത്തിൻ്റെ പരിധി നോക്കാതെ കൂടുതൽ തുക ഇടാൻ പറ്റണ ഒരാൾ, ഇത്തിരി 45-50 55 വയസ്സുള്ള ആൾക്കും ഇതിൽ ചേരാൻ പറ്റും.
ചേരാൻ പറ്റുന്നത് മാത്രമല്ല ഒരു സംഖ്യ ഇട്ട് കഴിഞ്ഞാൽ ഒന്നിച്ചൊരു തുക ഇടാൻ പറ്റുകയാണെങ്കിൽ അതും വലിയ ഒരു സക്സസ് ആയിട്ട് വരും. അത് LICക്കാരൊക്കെ അങ്ങനെ ഉള്ള പദ്ധതികളുണ്ട്, ജീവൻ സുരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് വീണ്ടും നമ്മൾ അറിയാത്ത ആളുകൾക്ക് ഇതിൽ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും, അത് കാണാം. വീണ്ടും അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോകൾ നമുക്ക് ചെയ്യാനും കഴിയും, തുടർന്ന് ചെയ്യാവുന്നതാണ്. പിന്നെ ആദ്യമേ പറയട്ടെ, ഇത് ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അതല്ലെങ്കിൽ ഏതെങ്കിലും വാങ്ങിക്കാൻ പ്രേരിപ്പിക്കാനുള്ള ഒന്നുമല്ല, ഏതെങ്കിലും ഒരു ബ്രോക്കേഴ്സിന് ഉദ്ദേശിച്ചൊന്നുമല്ല. നമ്മൾ ചില പേരുകളൊക്കെ പരാമർശിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനത്തിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കുറേ കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള 10-20 വർഷത്തിൽ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള, ഇപ്പോൾ ഈ മാർക്കറ്റിലെ റിസർച്ചും സ്റ്റഡിയും ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മളിത് പറഞ്ഞത്. ICICI ഡയറക്റ്റ്, അതുപോലെ തന്നെ ജിറോദ, പിന്നെ അതുപോലെയുള്ള കുറേ ബ്രോക്കറേജ് ഒക്കെ DBFS ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളിതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 5 സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. 5 സർട്ടിഫിക്കറ്റുകൾ ചാർട്ട് അനലൈസിങ്, അതുപോലെ തന്നെ ടെക്നിക്കൽ അനലൈസിങ്, ഇങ്ങനെ ഇതിനെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഓപ്ഷൻ്റെയും എല്ലാത്തിൻ്റെയും പഠനം നടത്തിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. ഓപ്ഷനിലൊന്നും നിങ്ങൾ അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ്ങിലൊന്നും പോയിട്ട് ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അതൊക്കെ അതിനെക്കുറിച്ച് പഠിച്ച്, ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചപ്പോൾ ഒരു മറുപടി കൊടുത്തായിരുന്നു. അതായത് ഈ നഷ്ടം വരും, മറ്റ് ബിസിനസ് പോലെ തന്നെ നഷ്ടം വരും, ലാഭം വരും. ഇത് പൂർണ്ണമായിട്ട് എപ്പോഴും ലാഭം കിട്ടുന്ന ഒന്നല്ല. കാരണം ഇത് മറ്റ് പഠനങ്ങൾ നടത്തുന്ന പോലെ പഠനം നടത്താതെ ഇതിൽ ഇറങ്ങാനും പറ്റില്ല. പ്രത്യേകിച്ച് ഓപ്ഷൻ, അതുപോലെ ട്രേഡിങ്, ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അതിനെക്കുറിച്ചുള്ള കോഴ്സുകൾ പഠിക്കണം, വിശദമായിട്ട് പഠിക്കണം. ഇപ്പോൾ NSCയുടെ ഒക്കെ കോഴ്സുകളുണ്ട്, അത് പഠിച്ചിട്ട് വേണം ഇതിന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്നാലും ലാഭം നഷ്ടം മുന്നിൽ കണ്ടുകൊണ്ട് മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കി വിദഗ്ധന്മാരായിട്ട് ബന്ധപ്പെട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരിക്കലും അത്തരം കാര്യങ്ങൾ പോയിട്ട് പെട്ടെന്ന് ചെയ്യാനല്ല നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല സ്കീമുകൾ, ഇപ്പം മ്യൂച്വൽ ഫണ്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊരു ഇതിനെക്കുറിച്ച് പരിജ്ഞാനം ഇല്ലാത്ത ആൾക്കും കുറേശ്ശെ SIP ആയിട്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നല്ല അപ്രീസിയേഷൻ ഉണ്ടാവും. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാർ ആലോചിച്ചും നോക്കിയും വേണ്ടത്ര പഠിച്ചും മാത്രം ചെയ്യുക, വിദഗ്ധന്മാരായിട്ട് ബന്ധപ്പെട്ടത് മാത്രം ചെയ്യുക. അപ്പോൾ അത്രയാണ് കാര്യത്തിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഫുള്ളായിട്ട് വീഡിയോ കാണണം, അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ ഉദാഹരണത്തിന് HDFCയുടെ പെൻഷൻ ഫണ്ടിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. അതിൻ്റെ ആദായം നൽകിയൊരു അവരാണ് കൂടുതൽ മുന്നിൽ എന്ന് പറയുന്നത്. 10 വർഷത്തെ മാസം തോറും നിക്ഷേപത്തിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ HDFC 14.94% കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ICICI പ്രൂഡൻഷ്യൽ പെൻഷൻ ഫണ്ടാണെങ്കിൽ 14.62%, UTIയുടേത് അത് 14.48%. ഇതൊക്കെ അടുത്തടുത്ത് തന്നെ നിൽക്കുന്നത്, വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം ഇത് ഗവൺമെൻറ് സുരക്ഷിതത്വം കൊടുക്കുന്ന അങ്ങനെയുള്ളൊരു ഫണ്ടാണ്. അപ്പോൾ അതിന് വലിയ റിസ്ക് ഉള്ളതിൽ പോയിട്ട് അവർക്ക് ഇടാനും പറ്റില്ല. അവരിത് നിക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറുകളിൽ നിക്ഷേപിക്കും, അതുപോലെ ബോണ്ട് ബേസ്ഡ് ഉണ്ട്, അതുപോലെ കടപ്പത്രങ്ങൾ, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നിക്ഷേപിക്കുന്നത്. ഗവൺമെൻറ് ബോണ്ടുകളിലേക്കാണ് കാര്യമായിട്ട് നിക്ഷേപിക്കുന്നത്. ഇത്തരം നിക്ഷേപങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മാത്രമുള്ള വേരിയേഷൻ ഉണ്ടാവില്ല. ഒരു കൂടിയ ഒരു നിലവാരത്തിലേക്ക് പോവുക അല്ലെങ്കിൽ താഴോട്ട് പോവുക ചെയ്യില്ല, ഒരു ആവറേജ് ചെയ്തുകൊണ്ടാണ് പോവുക. അതിനുവേണ്ടിയുള്ള സ്ട്രക്ചറൈസ് ചെയ്തിട്ടുള്ള ഫണ്ടുകളാണിത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ കോർപ്പറേറ്റ് ബോണ്ടുകളിലെ നിക്ഷേപത്തിനൊക്കെ ആണെങ്കിൽ 8.63% കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സർക്കാർ സെക്യൂരിറ്റികളിലൊക്കെ ആണെങ്കിൽ അതിലും കുറയും. അതിൽ 9 സർക്കാർ സെക്യൂരിറ്റി 9 കൊടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് കൂടുതലുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയൊക്കെയാണ് അതിൽ കാണുന്നത്. പിന്നെ സ്കീമുകൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിക്ഷേപകർക്ക് അനുയോജ്യമായ സ്കീമുകൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. ഉദാഹരണത്തിന് NPCയിൽ തന്നെ ഇക്വിറ്റി ബേസ്ഡ് ഉണ്ട്, കടപ്പത്രം ബേസ്ഡ് ഉണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് കോർപ്പറേറ്റ് കടപ്പത്രങ്ങൾ, ബോണ്ടുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ലെവലിലുള്ള നമ്മുടെ താല്പര്യത്തിനും നമ്മുടെ സുരക്ഷിതത്തിനും അനുസരിച്ചിട്ടുള്ള നമ്മുടെ ഈ ഉയർച്ചയ്ക്കും പദ്ധതികൾക്കും അനുസരിച്ചിട്ടുള്ളത് നമുക്ക് ഇന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇക്വിറ്റി ബേസ്ഡ് ആകുമ്പോൾ കൂടുതൽ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. ഇക്വിറ്റി ബേസ്ഡാണ് കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ആ ബെനിഫിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ അതിൽ എങ്ങനെ ഇപ്പം നമ്മൾ ഇടുകയാണെങ്കിൽ 20-25% വരെ ഇക്വിറ്റിയിലും കൂടി ഇടണമെന്നാണ് പറയുന്നത്. എങ്കിലാണ് അതിൻ്റെ കൂടുതൽ ഒരു അപ്രീസിയേഷൻ ഉണ്ടാവുക.
അപ്പോൾ 30 നമുക്ക് എത്ര പെൻഷൻ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചല്ലോ, എത്ര പെൻഷൻ ലഭിക്കുന്നുള്ളതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 30 വയസ്സുള്ള ഒരാൾ 10,000 രൂപ വെച്ച് പ്രതിമാസം നിക്ഷേപിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് 60 വയസ്സാകുമ്പോൾ ഈ തുക ഒരു 3.6 കോടിയായിട്ട് വളരും. ഈ 10,000 വെച്ചിട്ട് ഇയാൾ 30 വർഷം 30ാമത്തെ വയസ്സ് 30 വർഷം തന്നെയാണ് 30ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ട് 60 വയസ്സാകുമ്പോൾ 3.6 കോടി 10,000 SIP ചെയ്യുന്നത് 10,000 പ്രതിമാസം നിക്ഷേപിക്കുന്ന 3.6 കോടിയായിട്ട് വളരും അത്രയും തുക. ഈ തുക മുഴുവൻ ആനുറ്റിയിൽ നിക്ഷേപിച്ചാൽ അതിന് 1.76 ലക്ഷമാണ് പ്രതിമാസം വരുമാനമായിട്ട് കിട്ടുന്നത്, അതായത് നമുക്ക് പെൻഷനായിട്ട് കിട്ടുന്നത്. പിന്നെ ഇതിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഫണ്ട് വകമാറ്റാൻ കഴിയും. ഇതിൻ്റെ നിക്ഷേപം കിട്ടിത്തുടങ്ങുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് വകമാറ്റാൻ പറ്റും. ഇതിൽ ഏകദേശം 40% നമ്മൾ തുക ആനുറ്റിയിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 70,600 രൂപ പ്രതിമാസം നേടാൻ പറ്റും. ബാക്കിയുള്ള തുക 2.11 കോടി രൂപ മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് നമുക്കപ്പോൾ എടുത്തിട്ട് വിനിയോഗിക്കാനും പറ്റും. അപ്പോൾ പെൻഷൻ ഇത്രയും വേണ്ട, 1.1 ലക്ഷത്തോളം വേണ്ട, നമുക്ക് ഇത്തിരി പെൻഷൻ കുറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 40% 70,600 രൂപ നമുക്ക് പെൻഷൻ മതി എങ്ങനെയുള്ള വെച്ചാൽ ബാക്കിയുള്ള 2.11 കോടി രൂപ മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാനും കഴിയും. ഇതൊക്കെ ഇതിൻ്റെ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ രീതി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അതല്ല ഇനി മുഴുവൻ പെൻഷൻ കിട്ടിയാൽ മതി, കാശ് കൊണ്ട് വേറെ പണിയൊന്നും ഇല്ലയെന്ന് വെച്ചെങ്കിൽ പെൻഷന് വേണ്ടി തുക മുഴുവൻ ആനുറ്റിയിൽ നിക്ഷേപിച്ചിട്ട് അതിൻ്റെ 1.76 ലക്ഷം രൂപ പ്രതിമാസം പെൻഷനായിട്ട് നേടാൻ കഴിയും. ഇതൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പെൻഷൻ സ്കീമിനെ കുറിച്ച്, നാഷണൽ പെൻഷൻ സ്കീമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിലൂടെ വലിയ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ കഴിയും. അപ്പം എല്ലാവരും ഈ സാമ്പത്തിക സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഈ ശ്രമത്തിൽ എല്ലാവരും പങ്കാളികളാവണം. ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുള്ള പോലെ തന്നെ മലയാളികൾക്കിടയിൽ സാമ്പത്തിക സാക്ഷരത കുറവാണ്, സാമ്പത്തിക ശീലം കുറവാണ്. നമ്മുടെ ഗുജറാത്തികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വീടൊക്കെ ഉണ്ടാക്കാതെ ഒരു വീട് ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തിട്ട് അവർക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന കാശ് വെച്ചിട്ട് വീതം കഴിയുമ്പോഴൊക്കെ കിട്ടുന്ന കാശ് വെച്ചിട്ട് അവർ ബിസിനസ് ചെയ്യണം. അധികം ഗുജറാത്തികളൊക്കെ ഗോൾഡ് ബിസിനസ്സൊക്കെ ചെയ്യുന്നു, ഗോൾഡ് ഡയമണ്ട് ഒക്കെ ബിസിനസ്സുകൾ ചെയ്യുന്നു. ബോംബെയിലൊക്കെ അങ്ങനെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ കേരളത്തിലെ പോലെ പോയിട്ട് സ്ഥലം വാങ്ങിക്കുകയോ വലിയ വീട് വയ്ക്കുകയോ അല്ല ചെയ്യുന്നത്. ചെറിയ അങ്ങനെ വെച്ച് ബുദ്ധിമുട്ടുണ്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഒന്നുകിൽ ഫ്ലാറ്റ് വാങ്ങിക്കുകയോ ഒക്കെ ചെയ്തിട്ട് കുറഞ്ഞവരുടെ ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് ബാക്കി കാശ് കൊണ്ട് ഈ ഇങ്ങനെയുള്ള ബിസിനസ്സിൽ ഏതാണ് താല്പര്യം, അത്തരം ബിസിനസ് ചെയ്യുന്ന ആണ് ശരിയായ മെത്തേഡ്, അങ്ങനെ ചെയ്യേണ്ടതാണെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. നമ്മുടെ കേരളത്തിലാണെങ്കിലും വലിയ വീടുകൾ വെക്കുന്നതിന് പകരം ചെറിയ വീടുകൾ വെച്ചിട്ട് ബാക്കി കാശ് മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കൂടുതൽ അങ്ങോട്ട് ജീവിതം ശോഭനമായി തീരാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് മറ്റുള്ള ആളുകളിൽ എത്തിക്കണം. പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ആളുകളിൽ ഇത് എത്തുള്ളൂ. മറ്റുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇതുണ്ടാവണം, ജ്ഞാനമുണ്ടാവണം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാവണം. ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. വീഡിയോ കണ്ടിരുന്നതിന് നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർക്കുളം സൈനുദ്ദീൻ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ നന്ദി, നമസ്കാരം.